വിസ്മയ മോഹൻലാലിനോട് ചില തുറന്ന ചോദ്യങ്ങൾ ചോദിക്കലാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. താങ്കളെ നേരിൽ കണ്ട് ചോദിക്കാൻ കഴിയുന്നത്ര വളർച്ച തരപ്പെടുത്താൻ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഗൂഗിൾ ഒരുക്കി തന്നിട്ടുള്ള ഈ സാങ്കേതിക സൗകര്യത്തിന്റെ സഹായം പറ്റിക്കൊണ്ട് എന്റെ ചോദ്യങ്ങൾ താങ്കൾക്ക് മുന്നിൽ എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. താങ്കൾ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ മകളാണെന്ന് എനിക്കറിയാം. എന്നാൽ ഈ ഞാൻ ആരാണ് എന്നുള്ള കാര്യം സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ മകളായിട്ടുള്ള താങ്കൾക്ക് ഒട്ടും തന്നെ അറിയില്ല. സ്വാഭാവികമായും സാമാന്യ മര്യാദയെ മാനിച്ച് ആദ്യം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ സൈബർ നാമം പോങ്ങുമൂടൻ എന്നാണ്. എന്നാൽ ആധാർ പോലുള്ള സർക്കാർ രേഖകളിൽ എന്റെ പേര് ഹരീഷ് എന്ന നിലയിലാണ് രേഖപ്പെട്ടിരിക്കുന്നത് കേട്ടോ. എങ്കിലും സ്വന്തം ബുദ്ധിശക്തിയുടെ ആ കാതൽ കരുത്തിനെ മാനിക്കാനും അംഗീകരിക്കാനുമായി ഞാൻ എന്നെ പോങ്ങൻ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ പോങ്ങൻ എന്ന് കേട്ടാൽ കൃത്യം 246 ആളുകളുടെ മനസ്സിൽ എന്റെ മുഖം തെളിയുമെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. വിസ്മയം. അതെന്തായാലും ചെറുപ്പത്തിൽ ഈ പോങ്ങൻ താങ്കളുടെ അച്ഛന്റെ ആരാധകരിൽ ഒരുവനായിരുന്നു. വലുതാവുമ്പോൾ ഒരു കാമുകനാവണമെന്ന് പറയുന്ന വലിയ ലക്ഷ്യം എന്നിൽ നിക്ഷേപിച്ചത് താങ്കളുടെ അച്ഛനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. വാസ്തവമാണത്. അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ. ഈ ആട്ടക്കലാശം എന്ന് പറയുന്ന സിനിമ കണ്ടതായിട്ടുള്ള ഒരു ഓർമ്മ എനിക്കില്ല. പക്ഷെ പാടാൻ അറിയാത്ത ഞാൻ ആട്ടക്കലാശത്തിലെ നാണമാവുന്നു മേനി നോവുന്നു എന്ന് പറയുന്ന പാട്ട് കുട്ടിക്കാലത്ത് പറഞ്ഞു നടന്നിരുന്നതായി ഞാൻ ഓർക്കുന്നുമുണ്ട്. ചരിത്രവും അങ്ങനെ പറയുന്നുണ്ട്. അതിന് നാണിക്കാനുള്ള വലിപ്പം നിന്റെ മേനിക്കായില്ലല്ലോടാ ചെറുക്ക. ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പെണ്ണി എന്ന് വിളിക്കുന്ന ചേടത്തി ഒരിക്കൽ എന്നെ പരിഹസിച്ചതിന് പിന്നിലും അവര് കേൾക്കെ ആ പാട്ട് ഞാൻ പറഞ്ഞതാണ് കാരണം. ആട്ടക്കലാശത്തിലെ ആ പാട്ടു സീനിൽ കഥാനായികയുടെ മേനിയെ നാണത്താൽ നോവിക്കുന്നത് വിസ്മയുടെ വിസ്മയുടെ അച്ഛൻ അഭിനയിച്ചിട്ടുള്ള ബാബു എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ഒന്ന് പറയാം വിസ്മയ, അക്കാലത്ത് ആൺകുട്ടികളായി ജീവിക്കുന്ന ഞങ്ങൾ ഇളം പുരുഷന്മാരിൽ നല്ല അളവിൽ മോഹൻലാൽ കലർന്ന് കിടന്നിരുന്നു എന്നുള്ളതാണ് സത്യം. പലർക്കും തോളിന് ചെരുവ് പോലും പിടിപെട്ടിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് സാമാന്യ മര്യാദയുടെ പേരിലുള്ള സ്വയം പരിചയപ്പെടുത്തൽ അവസാനിപ്പിച്ച് പോങ്ങൻ നേരെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ ഇത്രയും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വിസ്മയോ അല്ലെങ്കിൽ മോഹൻലാൽ ആരാധകരായിട്ടുള്ള ആളുകളോ ഒക്കെ ഞാൻ ഒരുപക്ഷെ മറ്റേതെങ്കിലും ഒരു നടന്റെ ഫാനായിട്ട് വന്നിട്ടാണ് ഞാൻ ഇതൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് പറയുന്ന ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. ഞാനൊരു മോഹൻലാൽ ആരാധകൻ തന്നെയായിരുന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് കാലമായിട്ട് ഞാൻ എൻ്റെ പോലും ആരാധകനല്ല. അതായത് പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. മോഹൻലാൽ എന്ന് പറയുന്ന നടനോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പോ അപ്രിയമോ ഒന്നുമല്ല ഈ സംസാരത്തിന്റെ കാരണം. ഇനി ഞാൻ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി, കേരള കൗമുദി മുതലായിട്ടുള്ള പ്രമുഖ മാധ്യമങ്ങളിൽ താങ്കളുടെ പേരിൽ വന്ന ഒരു വാർത്ത പോകാൻ കണ്ടു. അതായത് ജനാധിപത്യം പൗരന്മാരോട് ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? അങ്ങനെ ഒരു ചോദ്യം താങ്കൾ ഉയർത്തിയെന്നാണ് ആ വാർത്തകൾ പറയുന്നത്. അല്ലെങ്കിൽ ആ വാർത്തകളുടെ ഉള്ളടക്കം അതാണ്. ദേശവിരുദ്ധ ശക്തികളുടെ തീറ്റ തിന്ന് പെരുകുന്ന പാറ്റകൾ രാജ്യ തലസ്ഥാനത്ത് സംഘടിപ്പിച്ച സമരവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഒരു ചോദ്യം താങ്കൾ ഉയർത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വാസ്തവത്തിൽ വിസ്മയ മോഹൻലാൽ ഇങ്ങനെ ചോദിച്ചതാണോ? അല്ലെങ്കിൽ പാറ്റകളുടെ സമരത്തെ മോഹൻലാലിന്റെ മകൾ അനുകൂലിക്കുന്നു എന്ന് പറയുന്ന വാർത്ത സത്യമാണോ? ആണെങ്കിൽ എനിക്ക് മറ്റു ചിലത് കൂടി ചോദിക്കാനുണ്ട്. അതായത് 1990 ജൂലൈ മാസം 13 പിറന്ന പ്രണവിലൂടെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന അച്ഛൻ ജനിക്കുന്നത്. ഒരു വർഷം തികഞ്ഞില്ല അതിനു മുന്നേ. കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ 1991 ജൂൺ 2 മോഹൻലാൽ വീണ്ടും ഒരു പെൺകുട്ടിയുടെ അച്ഛനായി. ആ പെൺകുട്ടിയാണ് വിസ്മയ മോഹൻലാൽ. എന്ന് വെച്ചാൽ 1991 ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ജനിച്ചതുവഴി വിസ്മയ മോഹൻലാലിന് സ്വന്തമായി 35 വയസ്സും 1.5 മാസവും പ്രായമായി അങ്ങോട്ടേക്ക് സമ്പാദിച്ചെടുക്കാൻ ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. വളച്ചു കെട്ടാതെ പറഞ്ഞാൽ വിസ്മയ മോഹൻലാലിന് ഇപ്പോൾ 35 വയസ്സുണ്ട്. 35 വയസ്സ്. അതായത് മധ്യവയസ്സിലെത്തിയ ഒരു യുവതിയാണ് നിലവിൽ മോഹൻലാലിന്റെ മകളായിട്ടുള്ള വിസ്മയ, അല്ലേ? ഒരു വർഷം കൂടി കഴിഞ്ഞാൽ 2 തവണ പ്രായപൂർത്തിയാവുന്ന ഒരു സ്ത്രീയായി വിസ്മയ അങ്ങോട്ടേക്ക് മാറും. എന്നാൽ എന്നെ വിസ്മയിപ്പിക്കുന്ന സംഗതി മറ്റൊന്നാണ്. വിസ്മയ 35 കൊല്ലം ജീവിച്ചിട്ടും നാളിതുവരെ മോഹൻലാലിന്റെ മകൾ യാതൊരു വിഷയത്തിലും പ്രതികരിച്ചതായി ഇപ്പോൾ അങ്ങനെ അറിവില്ല.
ഞാൻ ഗൂഗിൾ മുഴുവൻ പരതി നോക്കി. ഈ പറയുന്നതിൽ ഒരു തെറ്റു വരരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ വിസ്മയ മോഹൻലാൽ താങ്കൾ ഒരു വിഷയത്തിലും പ്രതികരിച്ച് കണ്ടിട്ടില്ല. ജനാധിപത്യത്തെക്കുറിച്ചും പൗരാവകാശങ്ങളെക്കുറിച്ചും ഇത്രത്തോളം ആശങ്കയുള്ള വിസ്മയ ഇതുവരെ എന്തുകൊണ്ടാണ് മൗനം പാലിച്ചത്? എന്തുകൊണ്ടാണ്? വിഷയങ്ങൾ എണ്ണി ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഒന്നിൽ പോലും വിസ്മയ പ്രതികരിച്ചിട്ടില്ല. ഇൻസ്റ്റഗ്രാമിലൂടെ വ്യക്തിജീവിതമല്ലാതെ സാമൂഹിക പ്രതിബദ്ധത വെളിവാക്കുന്ന ഒന്നും വിസ്മയ വിളമ്പി കണ്ടിട്ടുമില്ല. എഴുതിയ കവിതകളും സാഹിത്യത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ജനാധിപത്യമോ പൗരജനതയോ ഒന്നും വിസ്മയയ്ക്ക് ഇതുവരെ ഒരു വിഷയമേ ആയിരുന്നില്ല. വിസ്മയുടെ മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ അച്ഛനുമൊക്കെ ദീർഘകാലം താമസിച്ചിട്ടുള്ള നമ്മുടെ ഈ തലസ്ഥാന നഗരിയിലെ സെക്രട്ടേറിയറ്റിന് മുന്നിലായി നാളുകളോളം ഒരു കൂട്ടം യുവാക്കൾ സമരം നടത്തി കഴിഞ്ഞിരുന്നു എന്നുള്ള ഒരു കാര്യം വിസ്മയ്ക്ക് അറിയാമോ? അതായത് റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിട്ടും അവർക്ക് അർഹതപ്പെട്ട ജോലി ലഭിക്കാതെ അനർഹരെ പിൻവാതിലിലൂടെ നിയമിക്കുന്ന അന്യായം കണ്ടുകൊണ്ട് ചങ്കുപൊട്ടുന്ന വേദനയോടുകൂടി നാളുകളോളം സമരം ചെയ്ത യുവാക്കൾ. ഒരു തവണയെങ്കിലും സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിൽ വന്ന് ആ യുവാക്കളുടെ സമരത്തിന് എന്തുകൊണ്ട് വിസ്മയ പിന്തുണ നൽകിയില്ല? സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ മകൾ സമരത്തിന് പിന്തുണയുമായി ചെന്നിരുന്നു എങ്കിൽ എത്ര വലിയ വാർത്താ പ്രാധാന്യം ആ സമരത്തിന് ലഭിക്കുമായിരുന്നു. ശരിയല്ലേ വിസ്മയ? അല്ലേ? അത്രത്തോളം സാമൂഹ്യ മൂല്യമുള്ള ഒരു വ്യക്തിയാണ് വിസ്മയ. സ്വന്തമായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മോഹൻലാലിന്റെ മകൾ എന്ന് പറയുന്ന ഒരു പദവി പോലും, ആ സ്ഥാനം പോലും തീർച്ചയായിട്ടും അങ്ങേയറ്റം ബഹുമാന്യമായിട്ടുള്ള സാമൂഹ്യ മൂല്യം നേടിത്തരുന്ന ഒരവസ്ഥയാണ്, ഒരു സന്താനാവസ്ഥയാണ്, അല്ലേ? എത്രയധികം മനുഷ്യരുടെ ശ്രദ്ധ ആ സമരത്തിലേക്ക് എത്തുമായിരുന്നു വിസ്മയ അവിടെ ഒന്ന് വന്നിരുന്നുവെങ്കിൽ. പക്ഷേ വിസ്മയ അവർ നേരിട്ട അന്യായത്തെ കണ്ടേയില്ല. അവർ അനുഭവിക്കുന്ന അനീതി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ അതിന്റെ പേരിൽ ഒരു പോസ്റ്റ് പോലും വിസ്മയം നാട്ടിയിട്ടുമില്ല. സത്യമാണ്. അവർ ഈ ജനാധിപത്യ നാട്ടിലെ പൗരജനമായിരുന്നില്ലേ വിസ്മയ മോഹൻലാൽ? അർഹമായിട്ടുള്ള പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ പേര് കൊണ്ടുവന്ന അവർ അയോഗ്യരായിട്ടുള്ള മനുഷ്യരാണോ? അവർ പൗരജനതയല്ലേ? എന്തുകൊണ്ട് അവരുടെ പ്രയാസം താങ്കളുടെ പ്രതികരണ ശേഷിയെ ഉണർത്തിയില്ല വിസ്മയ? വിസ്മയ മോഹൻലാൽ അനുഭവിച്ചു വളർന്ന എല്ലാ ജീവിത സൗകര്യങ്ങളും ഈ പൗരജനതയുടെ ഭിക്ഷയാണ്. സമയമായും സ്നേഹമായും പ്രേമമായും ആദരവായും ആരാധനയായും ഒക്കെ മോഹൻലാലിന് നൽകിയ ഭിക്ഷയാണ്. പൗരജനം മോഹൻലാലിന് നൽകിയ ഭിക്ഷയാണ് നിങ്ങളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആഡംബര സുന്ദരമായിട്ടുള്ള ഈ താരജീവിതം. അല്ലെന്ന് പറയാൻ പറ്റുമോ വിസ്മയിക്ക്? പറ്റില്ല, പറയാൻ പാടില്ല. എന്നാൽ ആ തിരിച്ചറിവിൽ നിന്നുണ്ടായിട്ടുള്ള കുറ്റബോധത്തിന്റെ നീറ്റലിൽ പാറ്റകളെ പിൻപറ്റിക്കൊണ്ട് വിസ്മയ ഇപ്പോൾ പ്രതികരണ ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ് ചെയ്തതെന്ന് വേണോ മനസ്സിലാക്കാൻ? തുടക്കം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചപ്പോഴാണ് പോങ്ങൻ ഒരു കാര്യം ഓർത്തത് കേട്ടോ. തുടക്കം. വിസ്മയ മോഹൻലാലിന്റെ ആദ്യ സിനിമയായിട്ടുള്ള തുടക്കം ഉടൻ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലേ. തുടക്കം എന്ന് വെച്ചാൽ തുടക്കം എന്ന് പറയുന്ന സിനിമയിലൂടെ നടന ജീവിതത്തിന് വിജയകരമായിട്ടുള്ള തുടക്കം നൽകാനായി PR പാണന്മാർ പറഞ്ഞു തന്ന പരസ്യതന്ത്രത്തിന്റെ പ്രചാരണ തുടക്കം കൂടി ഉന്നമിട്ടുള്ളതായിരുന്നില്ലേ ഈ പ്രതികരണ തുടക്കം? അല്ലേ വിസ്മയ? അല്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാകുമോ? അങ്ങനെയാണെന്ന് ഈ പോങ്ങൻ ഉറച്ചു വിശ്വസിച്ചാൽ അതിൽ തെറ്റു പറയാൻ പറ്റുമോ? വിസ്മയ മോഹൻലാൽ താങ്കൾ സൂപ്പർ താരമായിട്ടുള്ള മോഹൻലാലിന്റെ മാത്രമല്ല, ഒരു ലഫ്റ്റനന്റ് കേണലായിട്ടുള്ള മോഹൻലാലിന്റെ കൂടി മകളാണല്ലേ. 35 വയസ്സിന്റെ പൗരബോധവും സാമൂഹ്യ ബുദ്ധിയും വിസ്മയ മോഹൻലാൽ പേറുന്നുണ്ടായിരുന്നു എങ്കിൽ ഇത്തരമൊരു വകതിരിവില്ലായ്മയിലൂടെ സ്വന്തം പ്രതികരണ ജീവിതത്തിന് തുടക്കം കുറിക്കില്ലായിരുന്നു വിസ്മയ. ഉറപ്പായിട്ടും സ്വാർത്ഥത മാത്രമാണ് ഈ പ്രതികരണത്തിന് പിന്നിലുള്ളത് എന്നുള്ളതല്ലേ സത്യം? സ്വാർത്ഥത മാത്രം. വരാൻ പോകുന്ന സിനിമയ്ക്ക് ഒരു ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ പ്രബുദ്ധ മലയാളികൾ ദേശദ്രോഹ ബുദ്ധിയുള്ളവരാണ്, അവരെല്ലാവരും പാറ്റയെ പിന്തുടരുന്നവരാണ്, പാറ്റയെ പിന്തുണയ്ക്കുന്നവരാണ് എന്ന് പറയുന്ന ഒരു ബോധ്യം മലയാള സിനിമ വെച്ച് പുലർത്തുന്നു എന്നുള്ളതല്ലേ ഈ ഒരു പ്രതികരണത്തിൽ നിന്ന്? അതായത് ഒരു കാര്യവും പറയാത്ത നമ്മളുടെ വിസ്മയ മോഹൻലാൽ പോലും ഒരു സിനിമയുമായി വരുന്നു, അതിന് മുന്നോടിയായിട്ട് ഇതുപോലൊരു പ്രസ്താവന ഇറക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഒരു അഭംഗിയുണ്ട്. മാത്രവുമല്ല അത് നൽകുന്ന സൂചന ഒട്ടും നല്ലതുമല്ല.
ശരിയല്ലേ? അതായത് ഒരു പുതിയ ഒരു തുടക്കക്കാരിയായിട്ടുള്ള ഇത്രമാത്രം താരപ്പകിട്ടുള്ള സാമൂഹ്യ മൂല്യം നല്ല സിനിമയിലെ അത്രമാത്രം ആധിപത്യ സ്വഭാവത്തോടുകൂടി സിനിമാ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന മോഹൻലാലിൻ്റെ മകളായിട്ട് പോലും ഇതുപോലുള്ള ഒരു വൃത്തികേട് പറഞ്ഞാൽ മാത്രമേ ജനശ്രദ്ധ കിട്ടൂ, എങ്കിൽ മാത്രമേ വിജയസാധ്യത കൽപ്പിക്കപ്പെടുകയുള്ളൂ എന്ന് പറയുന്ന ഒരു ചിന്ത ഇവരൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മലയാള സിനിമയെ വളരെ കരുതലോടുകൂടി നോക്കേണ്ടതില്ലേ? കുറച്ച് നടീനടന്മാർ ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട്, കുറച്ചൊക്കെ പേർ പിന്തുണച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് കൂടി വേണ്ടുന്നത് തൊട്ടു പിന്നാലെ പോകാൻ കൊടുത്തോളാം. അങ്ങനെ കൊടുക്കാൻ ആര് പോകാൻ അല്ലേ? കൊടുക്കുകയല്ല. ഞാൻ എൻ്റെ ആശങ്കകൾ, വേദനകൾ, അസ്വസ്ഥതകൾ ഒക്കെ തീർച്ചയായിട്ടും ഞാൻ സമൂഹത്തിന്റെ മുന്നിൽ പങ്കിടും. ടൊവിനോ, കുഞ്ചാക്കോ ബോബൻ, ഇങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ. അവർക്കുള്ളത് നാളെ, അല്ലെങ്കിൽ അവരോടുള്ളത് നാളെ. എന്തായാലും സമൂഹമോ പൗരജനതയോ ജനാധിപത്യമോ രാജ്യമോ ഒന്നും നിങ്ങളുടെ ആരുടെയും വേവലാതികളിൽ പെടുന്ന സംഗതിയല്ല വിസ്മയ മോഹൻലാൽ. അതല്ലേ സത്യം? നിങ്ങൾ ആരും അതിനെ ചൊല്ലിയൊന്നും ഒരു വേവലാതിയും എടുക്കുന്നില്ല. സ്വാർത്ഥത മാത്രമാണ് ഈ പ്രതികരണത്തിന് പിന്നിലുള്ളത്. സ്വാർത്ഥത മാത്രം. അതല്ലേ സത്യം? അല്ലേ? ഇത്രയും കാലം 10-35 വർഷക്കാലം യാതൊന്നും വേണ്ട. 18 വയസ്സിൽ പ്രായപൂർത്തിയായി. അതിനുശേഷം വീണ്ടും ഒരു 17 കൊല്ലവും കൂടി ജീവിച്ചല്ലോ ഇവിടെ. പ്രായപൂർത്തിയായതിനു ശേഷം ഒരു വിഷയത്തിൽ പോലും വിസ്മയ പ്രതികരിച്ചിട്ടില്ല, ആശങ്ക അറിയിച്ചിട്ടില്ല, ജനാധിപത്യത്തെക്കുറിച്ച് വേവലാതിപ്പെട്ടില്ല, പൗരസമൂഹത്തെക്കുറിച്ച് യാതൊന്നും ചിന്തിച്ചില്ല. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു പ്രതികരണത്തിന് തുടക്കമിട്ടുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, വിസ്മയയുടെ ഈ തുടക്കം ആ തുടക്കത്തിന്റെ വിജയം ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് തീർച്ചയായിട്ടും ഈ പോങ്കന് മനസ്സിലായി. അതെന്തായാലും വിസ്മയയുടെ ആ തുടക്കത്തിന് തുട്ട് ചെലവാക്കാൻ ഈ പോങ്ങൻ തിയേറ്ററിലേക്ക് വരികയേയില്ല. അതല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പോങ്ങൻ തിയേറ്ററിൽ വന്ന് കാണുമായിരുന്നു ആ പടം. OTT വരുമ്പോൾ കാണും കേട്ടോ, അല്ലാതെ ഞാൻ തിയേറ്ററിൽ വരില്ല. അതെൻ്റെ ഒരു പ്രതിഷേധമാണ്. കാരണം താങ്കളുടെ ഈ പ്രതികരണ തുടക്കം അത്രത്തോളം ദേശവിരുദ്ധമാണ് എന്നുള്ള ഒരു വിചാരം ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. താങ്കളെ ദേശദ്രോഹി എന്ന് വിളിക്കുകയല്ല ചെയ്തത്. പകരം ദൗർഭാഗ്യവശാൽ താങ്കൾ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഒട്ടും നിറിയുള്ള പ്രവർത്തനമല്ല, നേരായ രീതിയല്ല. എന്തിനു വേണ്ടി നടത്തുന്ന സമരം, ആർക്കു വേണ്ടി നടത്തുന്ന സമരം, ആര് നടത്തുന്ന സമരം, എങ്ങനെ നടക്കുന്ന സമരം, എന്ത് ലക്ഷ്യം വെച്ചുള്ള സമരം, എത്തരം മുദ്രാവാക്യം മുഴക്കിയുള്ള സമരം, ഇതെല്ലാം വിശദമായി മനസ്സിലാക്കി വേണമായിരുന്നില്ലേ വിസ്മയ മോഹൻലാൽ സ്വന്തം പ്രതികരണ ജീവിതത്തിന് തുടക്കം കുറിക്കേണ്ടിയിരുന്നത്? അല്ലേ? നിർത്തുന്നു. തുടക്കം പാളിപ്പോയി വിസ്മയ മോഹൻലാൽ. അങ്ങനെ പറയുന്നതിൽ വിഷമമുണ്ട്. തുടക്കം പാളിപ്പോയി തുടക്കം, അല്ലെങ്കിൽ പാറ്റ കരണ്ടുപോയിട്ടുള്ള ഒരു തുടക്കമായി പോയി ഈ തുടക്കം. ദുഃഖകരമായിട്ടുള്ള സംഗതിയാണ്. പാറ്റ കൊണ്ടുപോയി ഈ തുടക്കം. കഷ്ടം എന്നേ പറയാൻ പറ്റുള്ളൂ. മഹാനായ മോഹൻലാലിന്റെ മകളായിട്ട് കൂടി പാറ്റകളെ ആശ്രയിക്കണം ഒരു വിജയത്തുടക്കത്തിനായി. അത്ര ബോറന്മാരാണോ മലയാളികൾ? കൊണ്ടു നടന്നതാണ് ഒരുപാട്. നമ്മുടെ പൃഥ്വിരാജ് ഇപ്പോ അടുത്തടുത്ത് 2 പടങ്ങൾ പൊട്ടിയ പൊട്ടൽ കേട്ട് കഴിഞ്ഞാൽ കേരളം ഞെട്ടിത്തരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലുള്ള പൊട്ടലായി പോയില്ലേ? ആരുണ്ടായിരുന്നു തിയേറ്ററിൽ? ആര് വന്ന് കണ്ടു? ആര് വന്ന് പ്രോത്സാഹിപ്പിച്ചു? ഉപയോഗിക്കുക, എറിഞ്ഞു കളയുക. അതാണ് നിങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ. ദേശവിരുദ്ധർക്ക് സ്ഥിരമായ ഒരു കൂറ് ആരോടുമില്ല. നിങ്ങളൊക്കെ അവരുടെ ആശയ പ്രചരണത്തിലുള്ള വാഹകർ മാത്രമാണ്. കീടാണുക്കളെ പോലെ മാത്രമാണ് അവർ നിങ്ങളെ കാണുന്നത്. ഒരാദരവും ഇല്ല നിങ്ങൾക്ക്, ഒരു പരിഗണനയും നിങ്ങൾക്കില്ല. ഉപയോഗിക്കുക, എറിഞ്ഞു കളയുക. തുടക്കം പാറ്റ തിന്നുപോയി വിസ്മയ. അത്രയേ ഉള്ളൂ പറയാൻ.